വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഈസ് ബ്യൂട്ടി ആദ്യം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് മീ വിത്ത് നമുക്കൊരു ടിപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക, കണ്ടു കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം തടിച്ച് ഇപ്പം എന്നെപ്പോലെ തടിച്ചൊരു ബോഡി ലാംഗ്വേജൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കുട്ടിയാണെങ്കിൽ, അപ്പം അവർക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും, എനിക്ക് പണ്ട് തൊട്ടേ ഉണ്ടാവുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞത്, ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യണം, ഏത് രീതിക്ക് സ്റ്റൈൽ ചെയ്യണം, എങ്ങനെ ഇടണം എന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ, അപ്പം അങ്ങനെ വന്ന സമയത്ത് എൻ്റെ ഉള്ള തടിയേയും കാട്ടും ഓവറായിട്ട് തടി എനിക്ക് എഫക്റ്റ് ആവും എൻ്റെ ബോഡിയിൽ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഡ്രസ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാറാണ് പതിവ്. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ എൻ്റെ രീതിക്ക് എൻ്റെ തടി എനിക്ക് തന്നെ ഓവറായിട്ട് തോന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നാമത് സ്ലിറ്റ് ഞാൻ ഒഴിവാക്കി. സ്ലിറ്റ് മീൻസ് സൈഡിലുള്ള ഓപ്പൺ നമ്മൾ കംപ്ലീറ്റ്ലി ഞാൻ ഒഴിവാക്കി. അങ്ങനെ വന്ന് അനാർക്കലി ടൈപ്പ്, ഈ ടൈപ്പിലുള്ള അനാർക്കലി ടൈപ്പ് ചുരിദാർ മാത്രം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ആരംഭിച്ചു. അതങ്ങനെ വന്നപ്പം നമ്മളെ ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അങ്ങ് ലൂസായിട്ട് കിടക്കും. അപ്പം നമ്മളെ തടി ഓവറായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നെക്സ്റ്റ് വൺ, നമ്മളെ കൈവണ്ണം എന്നെപ്പോലെ കൈവണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പഫ്സ് ഉണ്ട്. നമുക്ക് വലിയ ഷോർട്ട് കയ്യിൽ പഫ് വെച്ച് കഴിഞ്ഞാൽ വൃത്തിയിടാവും. അപ്പോൾ ലോങ് കയ്യിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് വെച്ചിട്ടുള്ള പഫ് കണക്ക് ചെയ്യുകയാണെങ്കിൽ കൈവണ്ണവും അറിയത്തില്ല. തേർഡ് വൺ വന്നിട്ട് നമ്മളെ നെക്കിൻ്റെ അവിടെ, നമ്മൾ കഴുത്തിൻ്റെ വണ്ണം അറിയിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ വി നെക്ക് കൊടുത്തിട്ടുണ്ട്. വി നെക്ക് കൊടുക്കുന്നത് കൊണ്ട് വേറൊരു പ്രത്യേകത ഉണ്ട്, നമ്മളെ കഴുത്തിൻ്റെ വിരിവ് അറിയത്തില്ല, അവിടുത്തെ തടിയും നമുക്ക് മാനേജായിട്ട് തോന്നും. ഓക്കെ, ലാസ്റ്റ് വൺ നമ്മളെ ഹെയർ നമ്മൾ സെറ്റ് ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെയുള്ള അനാർക്കലി ചുരിദാർ സെറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളൊരു പോണി ടെയിലോ അല്ലെങ്കിൽ എന്താണ് 4 വെച്ച് നമ്മൾ 4 പിന്നലെന്ന് കേട്ടിട്ടില്ലേ, 4 നമ്മളെ ക്രോസ് പിന്നൽ, അതുപോലത്തെ പിന്നലോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ലുക്കിൽ നമുക്ക് ഒരുപാട് നമ്മൾ ഉള്ളതിനെയും കണ്ടും അധികമായിട്ട് കുറച്ച് തടിയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ഇറ്റ്സ് മീ ആതിര റോയ്. ബൈ ബൈ. എല്ലാവരോടും സ്നേഹം മാത്രം.